പെട്ടെന്നെങ്കിൽ മടങ്ങി വരണം. രാത്രി നിങ്ങളെ കൊണ്ട് ഊരുരുട്ട എന്നെ കൊണ്ട് വയ്യ. ആ ഏ വന്നല്ലോ. ആ നിങ്ങൾ പോയി പെട്ടെന്ന് റെഡിയാവ്. വാ വല്യേച്ചി. ആ വാ. നിങ്ങളെന്താ വൈകിയെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു ഞാൻ. തുണിയെടുക്കാൻ തിടുക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു ഇവിടെ രണ്ടാളും. എന്താടി? ശാരദാമ്മേ, ഒരു വാർത്തയുണ്ട്. അത് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്താ? രാമായണ പാരായണം നടത്തിക്കൊണ്ടിരുന്ന അമ്പലത്തിൽ നിന്ന് ഗോപാലേട്ടൻ പുറപ്പെട്ടു പോയെന്നാണല്ലോ ശാരദാമ്മ പറഞ്ഞത്. ആ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? ആള് ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റാ. ജനറൽ ആശുപത്രിയിലോ? അതും അഡ്മിറ്റ് ആവാനായിട്ട് എന്താ? അവിടുത്തെ ഹെഡ് നേഴ്സ് ഏലിയമ്മയാ എന്നോട് വിവരം പറഞ്ഞത്. ശാരദാമ്മയൊന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. ഈശ്വര, ആളുടെ അവസ്ഥ ഇത്ര കഷ്ടത്തിലാന്ന് പറഞ്ഞു. അല്ല, എന്താ അസുഖമെന്ന് വിശദമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. അതിനു മുന്നേ ബസ് വന്ന് ഏലിയാമ്മ കയറിപ്പോയി. ശാരദമ്മേ, നിങ്ങൾ പോയി ഹോട്ടലിലെ കാര്യങ്ങൾ നോക്ക്. ആ ചെല്ല്. ചില നേരത്ത് എനിക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ട് അത് ഗോപാലകൃഷ്ണൻ തന്നെയാണോ എന്ന്. പാവം എവിടേക്കാണോ എന്തോ പോയത്. നടപ്പന്തല്ല മഞ്ഞത്ത് കിടന്നുകൊണ്ടാവും. നല്ല ചുമയും ഉണ്ടായിരുന്നു ആൾക്ക്. ഉത്തരകാണ്ഡം വായിച്ചു മുഴിപ്പിക്കാൻ നന്നേ വിഷമിച്ചു. അമ്മേ, അമ്മേ, ഞങ്ങള് റെഡി. പോവാമേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാം മക്കളെ. അല്ല, ഇപ്പൊ തന്നെ പോവാന്ന് അമ്മയല്ലേ പറഞ്ഞേ? വാ അമ്മേ, പോവാം. പോവാമേ. മര്യാദയ്ക്ക് കയറിപ്പോയ രണ്ടും. പട്ടുപായം വാങ്ങാത്തതിന്റെ കുറവേ ഉള്ളൂ ഇനി. നടക്കടി ഇങ്ങോട്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന്. നല്ലതൊന്നും കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ വിധിച്ചിട്ടില്ല ശാരദാമ്മയുടെ മക്കൾക്ക്. അമ്മേ, വാടി ഇങ്ങോട്ട്. അമ്മേ, വാ ശ്യാമേ. എല്ലാം പറഞ്ഞു തീർന്നില്ലേ? നീ ഇത് കുടിക്ക്. മൊത്തത്തിൽ ഒന്ന് തണുക്കട്ടെ. കുടിക്കടി. നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സില്ലി ആയിട്ടാ എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങള് ഫ്രീ ആയിട്ട് ജീവിക്കുന്ന കാലം ഇത്. അവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ സ്വന്തം അച്ഛനമ്മമാർക്ക് പോലും ഇടപെടാൻ പറ്റില്ല. ഇടപെട്ടാൽ പണി കിട്ടും. അതൊക്കെ പരസ്യത്തില്. എന്റെ ജീവിതത്തിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. എടി, ലൈഫിനെ പറ്റി എന്റെ ഒരു വിഷൻ എന്താണെന്നറിയോ? കല്യാണമേ വേണ്ടെന്നാ എന്റെ തീരുമാനം. എന്തിനാ വഴിയെ പോകുന്ന മയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നെ? പെണ്ണായാലൊരാണിന് വേണം. പക്ഷെ അതിലും പ്രധാനമല്ലേ മനസ്സമാധാനം? നിന്നെപ്പോലൊരുത്തിക്ക് എങ്ങനെ ഈ അമളി പറ്റിയെന്നാ എന്റെ ഒരു സംശയം. പെട്ടുപോയടി. എന്റെ അഭിപ്രായം അതുമായി അത്ര യോജിക്കുന്നില്ല കേട്ടോ. ഒരു പെർഫെക്റ്റ് പാർട്ണറെ കിട്ടുന്നെങ്കിൽ മാരീഡ് ലൈഫ് സുഖകരമായിരിക്കും. എടി, പക്ഷെ കുടിയനോ പെണ്ണുപിടിയനോ പിശുക്കനോ ആണെങ്കിലോ ജീവിതം പോയി കിട്ടൂലേ? നിർത്ത്. എന്താടി? എടി, അവളുടെ പ്രശ്നങ്ങൾ പറയുമ്പോ ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞ് അവളെ ബോറടിപ്പിക്കുകയാണോ വേണ്ടത്? അല്ല, അതല്ല. നീ ഇപ്പൊ അവസാനം എന്താ പറഞ്ഞത്? കുടിയനോ പെണ്ണുപിടിയനോ പിശുക്കനോ ആണ് കല്യാണം കഴിച്ചതെങ്കിൽ ജീവിതം പോവുമെന്ന്. കുടിയൻ, പെണ്ണുപിടിയൻ, പിശുക്കൻ, ഈ 3 ലേബലും ഒരു പുരുഷന്റെ വില വിവാഹ മാർക്കറ്റിൽ ഇടിച്ചു താഴ്ത്താൻ പറ്റിയതാ അല്ലേ? സംശയം എന്ത്? പെണ്ണുപിടിയെന്ന് പറഞ്ഞ രോഹിത്തിനെ പറ്റിയാവുമ്പോ അത് ചെലവാവില്ല. പിന്നെ പിശുക്കൻ, അതും വേണ്ട. ഒരു തൊഴുത്തിന്റെ വലിപ്പമുള്ള രോഹിത്തിന്റെ വീട് കണ്ടിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആളാ ഭാമാൻഡി.
കുടിയൻ. അത് കൊള്ളാം. ശ്ശേ, പക്ഷേ അവൻ കുടിക്കില്ലല്ലോടി. അതാണോടി ഒരു പ്രശ്നം. നീ ചില പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, മദ്യപാനി അറിയാതെ കുടി നിർത്താന്ന്? അതുപോലെ അവൻ അറിയാതെ അവനെ നിനക്ക് കുടിപ്പിക്കുകയും ചെയ്യാം. ഒരു കുപ്പി കോളം വാങ്ങി കൊടുത്താ പോരെ? അതിപ്പോ കൊള്ളാവുന്നൊരു ഐഡിയ ആണല്ലോടി. അല്ലെങ്കിൽ ദേ ഇത് നോക്ക്. ഇതേ ഞാൻ ഗൾഫിൽ നിന്ന് സംഘടിപ്പിച്ച സ്പ്രേയാ. നല്ല ഒന്നാം തരം മയക്കുമരുന്ന്. ചുമ്മാന്ന് മണപ്പിച്ചാ മതി. വെട്ടിയിട്ട വാഴ പോലെ ബോധം പോയി നിലത്ത് വീഴും. നീ ഇത് വെച്ചോ. അതെ, സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. മറുനാടനായതുകൊണ്ട് ശക്തി ഇത്തിരി കൂടുതലാ. ബോധം പോകുന്ന ആള് പിന്നെ നേരെ എഴുന്നേറ്റ് നിൽക്കാൻ 4-5 ദിവസം എടുക്കും. തൽക്കാലം അത് വേണ്ടടി. അവൻ ഇന്നൊരു ദിവസം കുടിപ്പിച്ച് കിടത്തിയാ മതി എനിക്ക്. പിന്നെ ഇത് പൊട്ടിച്ചു കളയുന്ന കാര്യം ഞാൻ ഏറ്റു. അത് നീ എനിക്ക് വിട്ടേക്ക്. വിഷ്ണു, അതെ, നമുക്ക് ശരിക്കും ഒരു ആഘോഷമാക്കണം. പ്രീതിയുടെ കുഞ്ഞിന്റെ നൂലേട്ട് എല്ലാരെയും ക്ഷണിക്കണം. ഒറ്റയാളെയും വിട്ടുപോകരുത്. ഞങ്ങള് നൂലുകെട്ടിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അത് നമുക്ക് സൂപ്പറാക്കാം സത്യാമ്മേ. അല്ല, നീ ഇരിക്കേ, കുറച്ച് സംസാരിക്കാനുണ്ട്. വാ, വന്നിരിക്കി. വിഷ്ണു, ആൾക്കാരെ ക്ഷണിക്കാൻ ഇൻവിറ്റേഷൻ അടിക്കണ്ടേ? അതമ്മാ, ഇൻവിറ്റേഷനൊക്കെ അടിച്ചിനി എപ്പോ കിട്ടാനാ? പിന്നെ അതെടുത്ത് ഓരോ വീട്ടിൽ പോയി ക്ഷണിക്കേണ്ടി വരും. അതിപ്പോ എന്തിനാ വിഷ്ണു ഏട്ടാ? ഫോണിൽ ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാ പോരെ? സെക്കൻഡ് വെച്ച് ഓരോരുത്തർക്കും ഇൻവിറ്റേഷൻ പോവില്ലേ? പിന്നെ അത് മതിയമ്മ. എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നോക്ക്. ആരൊക്കെയാ സത്യാമ്മ ക്ഷണിക്കേണ്ടത്? സുസ്മിതേ? ആര്? സുസ്മിതയാ സത്യാമ്മ. ഇങ്ങതാ. പറയ് സുസ്മിതേ. ആമാൻഡി. എന്താ മോളെ, എന്താ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ആന്റി. നീ കാര്യം പറ മോളെ. അതിപ്പോ അതെങ്ങനെയാ ആന്റി പറഞ്ഞ് മനസ്സിലാക്കാന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് ആന്റിക്ക് അയക്കാം. അത് കാണുമ്പോ ഞാൻ ഒന്നും പറയാതെ തന്നെ ആന്റിക്ക് എല്ലാ കാര്യവും മനസ്സിലായിക്കോളും. നിനക്കത് എന്താന്ന് ഇപ്പൊ പറഞ്ഞൂടെ? ആന്റി ആദ്യം ഫോട്ടോ കാണും, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ആന്റി, എന്നെ രോഹിത് പ്രാണനെ പോലെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞേ?
അതിന്റെ അർത്ഥം എന്താണെന്ന് ആന്റിക്ക് ഇപ്പൊ മനസ്സിലാവും. മോളെ അത് ഹലോ ഹലോ അല്പം സസ്പെൻസ് കിടക്കട്ടെ, എന്നാൽ ഇതിന്റെ എഫക്റ്റ് കിട്ടും. ദൃശ്യം, അതിന്റെ പവർ ഒന്ന് വേറെ തന്നെയാ ഭാമാൻഡി. കാര്യം എന്താന്ന് പറഞ്ഞാൽ എന്താ ഈ കുട്ടിയുടെ ഒരു കാര്യം? എന്താ സത്യമേ? അവൾക്ക് സുസ്മിത അമ്മ വരുന്നേ വരട്ടെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? ഡിലീറ്റ്. ആ, ഫോട്ടോസൊക്കെ ആന്റി കണ്ടല്ലോ. ഇതുകൂടി അവിടെ പോയി കിടന്നോട്ടെ, ഞാനെന്തിനാ വെറുതെ കൈവച്ചോണ്ടിരിക്കുന്നെ? ആരുടെ മെസ്സേജ്? സുസ്മിതയുടെ ആണോ? ഇങ്ങതാ. അല്ല സത്യമേ, നമ്മളെ ഇൻവിറ്റേഷൻ അയച്ചവരൊക്കെ തിരിച്ച് മറുപടി അയക്കുന്നതാ. ഓ, ഇനിയിപ്പോ കുറച്ചുപേരെയും കൂടി ഗ്രൂപ്പിൽ ചേർക്കാനുണ്ട് അല്ലേ? ഇവൾക്കിത് എന്തിന്റെ കാടാ? ശാലിനി എല്ലാവർക്കും അയച്ചേക്കണേ. മറക്കല്ലേട്ടാ. ആ ഫോണിങ്ങിതാ, ഞാൻ സുസ്മിത എന്ന് വിളിക്കട്ടെ. അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയാതെ ഒരു മനസ്സമാധാനവും ഇല്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും?
ഫ്ലൈറ്റ് മോഡ്. ആ അത് ഒരു മിനിറ്റ്. പെട്ടെന്ന് ചെയ്യ്. വിഷ്ണു, നീ നോക്കി, എന്റെ കോളൊന്നും പോകുന്നില്ല. നോക്കട്ടാമോ? ഇത് നെറ്റ് കംപ്ലൈന്റ്. രാവിലെ തൊട്ട് എന്റെ ഫോൺ ഇങ്ങനെ തന്നെ, നെറ്റ്വർക്ക് ഇല്ല. ആ അതെ അതെ, മൊത്തം നെറ്റ്വർക്കും ജാം ആയെന്ന് തോന്നുന്നു. എന്റെ ഫോണിലേക്കും ഇടയ്ക്കിടയ്ക്ക് കോളൊന്നും കിട്ടുന്നില്ല, എവിടേക്കും വിളിക്കാനും പറ്റുന്നില്ല. അതെ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അതിപ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഫോണിന്റെ കമ്പനി വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാനല്ല. ഇപ്പൊ എന്താ ചെയ്യാ അല്ലേ? എന്നാ നീ അത് ചെയ്തേക്കുമല്ലോ. ചെയ്യാം. ഞാനൊന്നും മേലെ പോയി. ശാലിനി, ഇൻവിറ്റേഷനൊക്കെ അയച്ചില്ലേ? അതൊക്കെ അയച്ചു. അത്രയും ഫോട്ടോ കണ്ടിട്ടും ഭാമാൻറ്റി എന്താ ഇങ്ങോട്ട് വിളിക്കാത്തെ? എല്ലാം വെറുതെ ആയോ? ആന്റിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലല്ലോ. ഇതെന്ത് കുന്താ? എടുക്കുന്നില്ലല്ലോ. രോഹിത്തിനെ സുസ്മിത എന്തോ ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട് വിഷ്ണുട്ടാ, അതാ വിളിച്ചിട്ട് എടുക്കാത്ത. എടുക്കുന്നില്ല നീ. വിഷ്ണുട്ടാ, ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക. എടോ, അയാൾ എടുക്കുന്നില്ല ശാലിനി. വിഷ്ണുട്ടാ, ഇങ്ങ തന്നെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.
അപ്പൊ നമ്മുടെ സംശയം ശരിയായി ശാലിനി. ഫോണിൽ നിന്ന്